പ്രവാസികളെ ഒന്ന് സ്റ്റാൻഡിൽ കയറ്റാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ലല്ലോ. നജി ഇങ്ങേ സ്മാൾ കിടക്കാൻ എങ്ക പോങ്ക? വേണ്ട ഏട്ടാ, വിഷമിക്കണ്ട, മലയാളത്തിലിങ്ങ് പോരട്ടെ. പക്ഷെ നമ്മളെ കണ്ടാ മലയാളം ഒന്നും തോന്നില്ല കേട്ടോ. എന്തോ ഒരു ഐശ്വര്യക്കേടുണ്ട്. എവിടെ കിട്ടും? ലാർജ് സ്കെയിലോ സ്മോൾ സ്കെയിലോ? ചെറുകിട പ്രസ്ഥാനം മതി, നാടൻ സ്വദേശി. എന്താ വകുപ്പുണ്ടോ? എന്നാ ചേട്ടൻ വാ, മാർക്കറ്റിനകത്ത് നമ്മുടെ അറുമുഖം ഉണ്ടോന്ന് നോക്കാം. എന്തായി കാണിക്കുന്നേ? എല്ലാം ഞാൻ പറമ്പിക്കോടി. നിന്റെ കച്ചവടം ഇന്ന് ഞാൻ നിർത്തും. ഒരു 10 രൂപ ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? തരില്ല തന്നെ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ചാരം കുടിക്കാൻ ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. കേൾക്കണോടി, ഞാനിത് കേൾക്കണം. സ്വന്തം മോന്റെ രക്തത്തിൽ പറഞ്ഞവളല്ലെന്ന് കരുതിയാ നിന്റെ മുമ്പിൽ പിച്ച തന്നത്. അല്ലാതെ പിച്ചക്കാശ് വാങ്ങിക്കുന്ന സ്വഭാവം എനിക്കില്ല. നീ ഗുണം പിടിക്കില്ലടി, നീ ഗുണം പിടിക്കില്ല. ഞാനിത് ഒരുപാട് കേട്ടതാ. മുത്തിയമ്മ പോ. അയ്യോ എന്റെ കോഴികള്. കോഴി എന്താ മുഖത്ത് കണ്ടില്ലേ? കണ്ണില്ല, എന്നെ കണ്ണൊരു കല്യാണം തകർത്തുക. ലക്ഷ്മി നമ്മുടെ പാർട്ടിയാ. നമ്മുടെ പാർട്ടി ഒരു വന്നോളൂ. അല്ല പിന്നെ അവള് മുഖത്ത് കോഴി കോഴി എന്ന് വിളിക്കുന്നതിനാ? ആളെക്കളിയൊക്കെ കഴിവറോള്. സാറ് നമ്മുടെ നാട്ടുകാരനാ. നീ ഒരു ഗ്ലൂക്കോസ് ഒഴി. ഗ്ലൂക്കോസ്? ഗ്ലൂക്കോസ് എന്ന് சொன்னா இதுதான். காப்பி கச்சோட ஒரு மரதானே. கட்டிச்ச ஒரு கிளாஸ் தான் இருக்கு. ஏன்னா இப்ப ரொம்ப குளிருங்க, அதனால டிமாண்ட். ஐயோ ஐயோ, அது சாருக்கு உடம்பு உனக்கு வேறு தர்றேன். കഷ്ടിച്ചൊരു ഗ്ലാസ്സേ കാണുമെന്ന് നീ പറഞ്ഞത് ഞാൻ കേട്ടല്ല. എവിടുന്ന് വന്നീ പണ്ടാരോ? പണ്ടാരം ചത്തുപോയത് നിന്റെ തള്ളയാ. ஐயோ சறுக்கும் தீர்ந்து போச்சே. ஏ கழுவி, அந்த கிளாஸ் ஆகுது கொடுமை. സാധനം ഇവിടെ അടുത്തിരിപ്പുണ്ട്. സാറ് വരുമെങ്കിൽ ഇവിടെ. இங்க பக்கம் தான் நம்ம காலனி. வீட்டுல நிறைய சரக்கு இருக்கு, கவலைப்பட வேண்டாம். வாங்கோ வாங்கோ. வாங்க சார். இப்போ குப்பை குடிகள் எடுக்க கூடாது, பழைய மாதிரி இல்ல. ஏன்னா போலீஸ்கார வந்து தூக்கி போயிடும். என் வீட்டில கூப்பிட்டு யாருக்கும் இதுவரை சாராயம் கொடுத்ததில்லை. நீங்கள் நம்ம நாட்டுக்காரனல்ல, அதனால ஸ்பெஷல். எங்கடி உங்க அம்மா? கூப்பிடுறீ? இதெல்லாம் என் குழந்தைங்க, எனக்கும் என் பொண்டாட்டிக்கும். இந்த விஷயத்துல மட்டும் கடவுள் ரொம்ப குறைத்து வச்சிருக்கு. குறைச்சி கிட்ட கிடந்தா மதி, அப்போ ஒரு சீங்கல் ரிலீஸ் ஆயிடும். കൊച്ചമ്മേ, കട്ട് തന്നെ കള്ളി. നിങ്ങളോ? നിങ്ങൾ ഇവിടെ? എന്നെ പലയിടത്തും കാണും, അത് വിട്. നിന്റെ ഈ സ്വഭാവം ശരിയാണോ ആണോ? ഞാൻ അങ്ങനെ ചെയ്താൽ എന്നെ ആരൊന്നും പറയില്ല. എനിക്ക് അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള വീടാ. ഞാൻ ഇവിടുന്ന കോഴിയെ വാങ്ങുന്നേ. ഓഹോ,
അപ്പൊ നാളെ നീ ഇവിടെ കയറി വല്ല പൊന്നും പണമൊക്കെ മോട്ടിച്ചാലും നീ തന്നെ പറയുമല്ലോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള വീടാണെന്ന്. ദേ അനാവശ്യം പറയരുത്. ഞാനങ്ങനെ കള്ളിയൊന്നുമല്ല. ഇന്ന് ഒരു 5 പൈസ ഞാൻ ആരും മോട്ടിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഓരോ ശീലങ്ങൾ തുടങ്ങുന്നത്. എങ്കിൽ കണക്കായി പോയി. നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? ഞൊണ്ടിക്കാലൻ. ഞൊണ്ടിക്കാലൻ. ഓ എന്താ ചേട്ടമ്പി ഇന്ന് കച്ചവടമില്ലേ? ഉണ്ട്, കോഴി എടുക്കാൻ വന്നതാ. നീ ആ കാറിനകത്ത് പച്ചക്കറി ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തേ. ആ ഗുഡ്. അങ്ങനെ നടന്നു നോക്ക്, ഇല്ലെങ്കിൽ സ്വെല്ലിങ് പോവില്ല. കൊടുക്ക്. സ്വെറ്റേഴ്സാ, ഇവള് തന്നെ ഓർമ്മിച്ചിട്ട് വാങ്ങിയതാ. അതേ കേറ്. ആ ഒറ്റപ്പാലത്ത് ഇപ്പൊ ആരൊക്കെയുണ്ട് ബന്ധുക്കളായിട്ട്? അങ്ങനെ ആരും എവിടെയില്ല. ഒരു എലിമെന്ററി സ്കൂളിൽ മാഷായിരുന്നു അച്ഛൻ. പാടവും കൃഷിയൊക്കെ ആയി അങ്ങനെ ഭേദപ്പെട്ട രീതിയിൽ ജീവിച്ചു വരുമ്പോഴാണ് ഉള്ളിലെ റൊമാൻറ്റിക് ഒരു പുതിയ ബന്ധത്തിൽ ചെന്ന് ചാടുന്നത്. ഇത്തിരി സംഗീത കമ്പുണ്ടായിരുന്നു, അതാ കുഴപ്പിച്ചത്. എതിർകക്ഷി പാട്ട് ടീച്ചറായിരുന്നു. അങ്ങനെ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഞാൻ അച്ഛൻ്റെ 2ാം വിവാഹത്തിൻ്റെ സദ്യ ഉണ്ടു. അപ്പോ ശിവന്റെ അമ്മ? ദോഷം പറയരുതല്ലോ. വിവാഹത്തിന്റെ ആദ്യ അവസാനം ദേഹണ്ണപ്പുരയുടെ ഭാഗത്ത് കഠിനാധ്വാനം ചെയ്ത് അവരുടെ പ്രസൻസ് തെളിയിച്ചു. അവർക്ക് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. സൗന്ദര്യമില്ല, പഠിപ്പില്ല, സംഗീതവും ശാസ്ത്രവും അറിയില്ല. പാവം. അടുക്കള ചൂരി പറ്റിച്ചേർന്ന് തേങ്ങി തീർത്തു എല്ലാം. പുതിയ ബന്ധത്തില് കുട്ടികളുണ്ടായോ അച്ഛന്? 3 പേര്. അമ്മ ഒരു പെൺകുഞ്ഞിനെ കൂടെ പ്രസവിച്ചു. 7ാം വയസ്സിൽ മരിക്കും വരെ അവൾ എനിക്ക് കൂട്ടായിരുന്നു. അന്നൊരുപാട് കരഞ്ഞെങ്കിലും ഇപ്പൊ നന്നായി എന്നാ തോന്നുന്നേ. എന്താകുമായിരുന്നു അവളുടെ ജീവിതം? പതുക്കെ പഴങ്കഥകളിലെ പോലെ 2ാനമ്മ ഭരണം ടേക്ക് ഓവർ ചെയ്യുന്നു. അച്ഛൻ അമ്മയെ മറന്നു കഴിഞ്ഞതുപോലെ എന്നെയും. പലഹാരം പങ്കുവയ്ക്കുമ്പോഴും ഉടുപ്പൻ ചായപ്പൻസിലും സമ്മാനിക്കുമ്പോഴും ആ കുട്ടികൾക്ക് അച്ഛൻ മുൻഗണന കൊടുത്തു. ഒടുവിൽ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോഴും. അമ്മയുടെ ഷെയറിൽ കിട്ടിയൊരു കൊച്ചു വീടുണ്ടായിരുന്നു. ഞാൻ അമ്മയും കൊണ്ട് അങ്ങോട്ട് മാറി. പുറത്ത് കാണിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു എനിക്ക് തോന്നി. എനിക്കും എൻ്റെ ഫ്രീഡമായി. അനാഥത്വത്തിന്റെ സ്വാതന്ത്ര്യം. വളരെ വൈകിയാണെങ്കിലും 2-ലൊന്ന് അറിയാലോ എന്ന് കരുതി അഭ്യുദയകാംക്ഷികളുടെ നിർബന്ധം സഹിക്ക് വയ്യാതെ ഗൾഫിലേക്ക് പറഞ്ഞു. ജാതക ഗുണം, ഞാൻ കുവൈറ്റിൽ കാലുകുത്തിയതും സദ്ദാമിന്റെ ആദ്യത്തെ മിസൈല് വീണതും ഒരുമിച്ച്. ഭാഗ്യത്തിന് എയർപോർട്ടിന് വെളിയിൽ പോകേണ്ടി വന്നില്ല. പോയ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു വന്നു. അപ്പോ ഈ ടൂറിസ്റ്റ് ടാക്സി അതെങ്ങനെ വന്നു? ഒരു തൊഴിലെന്ന് പറയാൻ അതാ ഉണ്ടായിരുന്നത്, ഡ്രൈവിംഗ്. കയ്യിലുണ്ടായിരുന്നതും പിന്നെ ചാക്കോച്ചന്റെ ലോൺ ചേർത്ത് കാർ വാങ്ങുന്നു. ചാക്കോച്ചൻ ഭീകരനാ. അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനെന്ന് പറഞ്ഞാൽ പഴയ പ്രയോഗമായി പോവും. പിന്നെ എന്റെ നാക്കിന്റെ ഫ്ലെക്സിബിലിറ്റിയിൽ വീണെന്നേ ഉള്ളൂ. ഇനി മേജർ സാറ് പറ, ഈ വണ്ടി കൂടെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ എങ്ങോട്ടാ പോവുക? എന്താ ചെയ്യുക? നമുക്ക് രാവിലെ സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കാം. CI വർമ്മ എന്റെ നാട്ടുകാരനാ, അടുത്ത ഫ്രണ്ടും. നമുക്ക് 2-ലൊന്നും അറിയാലോ. അത് പിന്നെ ഈ ചക്ര വണ്ടി സ്റ്റാർട്ട് ചെയ്താ പിന്നെ പിയാനോ നോട്ട് കേൾക്കൂ. എന്താ കളിയാക്കുക? അയ്യോ അല്ല, കാര്യായിട്ടാ. കുന്തം, എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വരട്ടെ, ശരിക്കും വരട്ടെ. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു പാവത്തിന്റെ പുറത്തോട്ട് ചൊരിയുക. അപ്പൊ കുറച്ച് റിലീഫ് കിട്ടും. അല്ലാതെ ടെൻഷൻ ഉള്ളി ഒതുക്കി വെച്ചാ പാവ ഹൃദയം ബുദ്ധിമുട്ടി പോകും. എന്ത് ടെൻഷനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? എന്തോ എഴുത്ത് വന്നെന്നോ പോകാനിട്ടവല്ലെന്നോ എന്നൊക്കെ ഞാനും കേട്ടു. ആയിക്കോട്ടെ, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. യെസ്. അപ്പൊ ലൈനില്ല. ഓടാ അവിടുന്ന്, പിള്ളേർ കൊള്ളാവല്ലോ. ആ ലക്ഷ്മി, വൈകിട്ട് ഒറ്റയ്ക്ക് മടങ്ങേണ്ടി വരും. ഞാൻ ഉണ്ടാവില്ല. അതിനെന്താ, എനിക്ക് വഴി തെറ്റൊന്നുമില്ലല്ലോ. കോഴി മുഴുവൻ വിറ്റ് തീരാണെങ്കിൽ നടന്നുപോയാ എനിക്കെന്താ പാട്? അപ്പൊ എന്റെ കൂടെ വരാനുള്ള ഇഷ്ടം കൊണ്ടല്ല, ഈ കോഴിക്കോട് ചന്തയിലെത്തിക്കാൻ എളുപ്പാ നീ നോക്കുന്നത് അല്ലേ? പിന്നല്ലാതെ.
ഇന്നാരം പറയാണ്ട് വേമ്പ് പാലും കൊണ്ട് കൊടുക്കാൻ നോക്കുക. എനിക്ക് മടുത്തു ഈ എരുമച്ചാണത്തിനിടയിലെ ജീവിതം. ഞാൻ കോയമ്പത്തൂർക്ക് പോവാ. അവിടെ മാമൻ ജോലി ശരിയാക്കി തരാന്നാ എന്നോട് പറഞ്ഞേ. എടാ ചെറുക്കൻ നിന്റെ തലയുടെ കല്ലിളകിയിരിക്കാം. ഇപ്പൊ ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കുന്നില്ലേ? അതിന്റെ വില നിനക്ക് അറിയാഞ്ഞിട്ടാ. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനും ധൈര്യമാണ്. പിന്നെ അത് കൊള്ളാം. ഞാൻ എങ്ങനെ ചെറുക്കൻ്റെ കൂടെ വരുന്നത്? എന്താ വന്നാൽ ചുമ്മാ തല്ലടി. മഞ്ഞക്കാരൊരു താലിയും കെട്ടിച്ചുകൊണ്ടുവന്ന കാര്യമാണ് പറയുന്നത്. ഓടാ വട്ടാ, നിനക്കൊരു നെല്ലിക്കാത്തളം അത്യാവശ്യം വേണ്ടത്. മുത്ത് കാതലെന്ന് അപ്പിടിതാണ്ടാ. പെമ്പിള മനസ്സെ നമ്പ കൂടാതെ. അങ്ങനെയൊന്നുമില്ല. ലക്ഷ്മിക്ക് എന്നോട് ഇഷ്ട. ஆமா ஆமா யாருது அப்போ திரும்பி போகலையா? ഇല്ല. என்னது கோழி பிசினஸா? ആ അങ്ങനെ ചില ചുറ്റുക്കളിയൊക്കെ ഇവിടെ അങ്ങ് കൂടാന്ന് വെച്ചു. நல்லது. உங்க புது பிசினஸுக்கு என் நல்வாழ்த்துக்கள். അല്ല എന്താ ഇത്? ഏത്? ഇവിടെ ഉള്ളതൊന്നും പോരാഞ്ഞിട്ടാ പുതിയൊരു ഇറക്കുമതി? നിങ്ങൾ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഒരു തൊന്തരൂ പാർട്ടിയാന്ന്. എടി കൊച്ചേ, നീ എന്റെ ഇന്ന് രാവിലെ കേൾക്കും. പിന്നെ ഇതിലൊന്നും ലക്ഷ്മി വരലില്ല. കോഴി വാങ്ങലിയാ കോഴി? അയ്യാ അമ്മ വാങ്ങ വാങ്ങ ஐயா வாங்க ஐயா கோழி கிலோ 35 ரூபாய் தான். வாங்க ஐயா கோழி வாங்க வாங்க கோழி. ஐயா கோழி வாங்கலையா சார்? கோழி வாங்கலையா? என்ன விலை கிலோ? 35 ரூபாய் தான். 35 ரூபா 350 ரூபா கொடுக்கலாமே. கொஞ்சம் கிட்ட வரீங்க? கோழி வாங்குறீங்க? ഒരു കോഴിക്കോടുമാ. ஐயா ஒரு 1/4 கிலோ கூட இருக்க பரவாயில்லையா? பரவாயில்ல போடுமா. காப்பியா காப்பியா சுடு காப்பியா காப்பியா காப்பியா. என்ன சார் கை நீட்ட மட்டும் லட்சணமே இல்லையே. ഇല്ല. இப்படி சும்மா உட்கார கூடாது, சத்தமாய் கத்தணும். கோழி கோழി அப்பதான் கூட்டம் வந்துடும். എനിക്കിപ്പോ ഇത്രയൊക്കെ പറ്റൂ. സൗകര്യമുള്ളവരൊന്ന് വാങ്ങിച്ചാൽ മതി. അറുപോണ്ടേ ആ. എന്റെ കച്ചവടം നേരത്തെ തീരും. ആ എന്നാ കെട്ടിപ്പൂട്ടി പോടി. ഒഴികെ ആ என்ன ഊത്തിടാ. அதுவா? வாங்க கோழி. என்னம்மா? வாங்க கோழி 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 கிலோ 35 ரூபாய் கோழி. வாங்க வாங்க கோழி. ആരും ഉറങ്ങിയില്ലേ? തന്നെയും കാത്തിരിക്കുകയായിരുന്നു. എന്റെ ദൈവമേ, ഇത് കേട്ടോ, എന്നെയും കാത്ത് ഉറങ്ങാതിരിക്കാൻ ഈ ഭൂമിയിൽ ആളുണ്ടായിരിക്കുന്നു. കുടിച്ചിട്ടുണ്ടോ? ഇല്ല, കുളിച്ചിട്ടുണ്ട്. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ബിസിനസ്? കലക്കി കളഞ്ഞില്ലേ, ഒരു കോഴിയെ വിറ്റ്. പക്ഷെ മേജർ സാഹൻ നമ്മുടെ ആ കൂരിമെമ്പിൽ ഒരു പെണ്ണില്ലേ ലക്ഷ്മി, അവൾ എന്നെ വഹിച്ചോളും. അല്ല, രണ്ടിലൊന്നും അറിയാതെ ശിവൻ പിന്മാറിയല്ല, അത് പറയാ കാര്യം. ചില പുതിയ ബിസിനസ് ട്രിക്സ് ഒക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ശരി, നമുക്ക് കാലത്ത് സംസാരിക്കാം. ശിവൻ പോയി കിടന്ന് ഉറങ്ങാം. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. രാത്രി വിമാനം പറത്തി കളിക്കുന്നതാരാ? മേജർ സാറാ? സ്വന്തം പരാജയം മറച്ചു വയ്ക്കാൻ അടിച്ചുപൂസായി വന്ന ഡയലോഗ് കാച്ചുന്നത് വലിയ ഗ്രേറ്റ്നെസ് ഒന്നുമല്ല. ദാറ്റ് ഈസ് റിയൽ അലവലായത്തരം. என்னம்மா இது கூட பிடிச்சிக்கோ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒരു ഗ്ലാസും കൂടെ വേണേ പോകും. போதும், எல்லாம் சொன்ன மாதிரி செஞ்சா ஒரு கிளாஸ் கூட தர்றேன். കാശും തരണം. ഓ തരാം. കള്ള ചടവാക്കോ? എന്ത് തന്നെയാലും വരെ മോന്റെ മോളല്ലേ. ஏய், ஒரு ஸ்மால் கிடைச்சா இந்த கிளவி சொந்தம் பந்தம் ஒன்றும் பார்க்காது.
நீங்க பாருங்க. നിർത്തടി നിർത്ത. എന്താ മുത്തിയമ്മേ ഇന്ന് കാലത്തിനെ പൂശിയിട്ടുണ്ടല്ലോ. ഞാൻ പൂശുവോ വരട്ടുവോ ഒക്കെ ചെയ്യും. നീ ഇത് കണ്ടോടി? ദീനം വന്ന് ചത്ത കോഴിയാന്നോടി വീട്ടിൽ കാശുണ്ടാക്കുന്നത്. ഞാൻ പറ്റതോ? നിങ്ങൾക്ക് വല്ല അസുഖമുണ്ടോ? അസുഖം നിന്റെ തന്തയ്ക്കാ. ഇത് പാത്തിയാ ദീനം വന്ന് ചത്ത കോഴി ആരും വാങ്ങിക്കൊണ്ടു പോകരുത്, രോഗം പിടിക്കും. മുത്തിയമ്മേ ദേ വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കല കേട്ടോ. இந்தாமா கோழி இப்படி பணத்தாடு முதல்ல பணத்தை கொடுமா. இல்லங்க இந்த போய் சொல்லுது. അല്ലല്ല, ഞാൻ പറഞ്ഞത് നേരാ. നിങ്ങൾ ആരും വാങ്ങിക്കൊണ്ട് പോകല്ലേ, രോഗം പിടിക്കും. ஐயோ முத்தியம்மே എന്താ ഇത്? இந்தாமா பணத்தை எடுத்து கொடுமா. கோழி இப்படி எடுத்து கொடு. இல்லங்க. விடு பணத்தை. பணத்தை எடுத்து கொடு. കോഴി വാങ്ങ വാങ്ങ നല്ല കോഴിയാണ്, ഇറച്ചി കോഴി. கோழி என்ன விலை? വിലയെല്ലാം കമ്മിதான், കിലോ 30 രൂപ. 30 ரூபாயா? அந்த அம்மா 35 ரூபா சொல்லுது. அதெல்லாம் ஏமாத்தி பத்திக்கிறாங்க. நான் அப்படிப்பட்ட ஆள் அல்ல. எனக்கு 2 கோழி வாங்க, கொடுக்குறேன் எனக்கு 2 கோழி கொடுங்க. இருங்க 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 இருங்கய்யா. கொடுங்க. ஆ, 1 கிலோ போதுங்க. என்ன கொஞ்சம் அனுப்பிச்சிருப்பா. சீக்கிரம் சார். நல்ல கோழியை பார்த்து போடுப்பா. பாருங்கம்மா, இதெல்லாம் இந்த ஊர் கோழியே இல்ல, வெளியூர்ல இருந்து கொண்டு வந்திருக்காங்க. நமக்கு போடுங்க சார். പൊടി പൊടിക്കുന്നുണ്ടല്ലോ. പിന്നെ വിതയ്ക്കുന്നത് കൊയ്യൊന്നല്ലേ രായപ്പാ? ഞാൻ ഇന്ന് ആശാനെ വീട്ടിലേക്ക് വിളിക്കാൻ വന്നതാ. അത്താഴം ഇന്ന് അവിടെ. പിന്നെ ഞാൻ നല്ല സ്വയംഭം സാധനം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ പോയിക്കളയാ? എടി മോളെ ലക്ഷ്മി, ഒരു 2 രൂപ താടി. ഒന്ന് പോ മുത്തിയമ്മേ. നീ ഗുണം പിടിക്കത്തില്ലടി, നാശമേ. അറുമുഖം അവിടെ? വൈകുന്നേരം രംഗണ്ണന്റെ പിള്ളേര് വന്ന് വിളിച്ചോണ്ട് പോയതാന്നാ അവന്റെ കെട്ടിയോള് പറഞ്ഞത്. ചാരായ എടുക്കാൻ പോയതായിരിക്കും. അപകടമല്ലേ ബിസിനസ്? പോലീസ് പിടിച്ചാലോ? ഏയ്, രംഗണ്ണന്റെ ആൾക്കാരെ പോലീസ് പിടിച്ചതായി ഇതുവരെ കേട്ടിട്ടില്ല. തിരിച്ചാ സംഭവിക്കാറ്. ഛെ, ഇതെങ്ങനെയാ ഒന്ന് തൊട്ടുകൂട്ടാനില്ലാതെ? ഞാൻ പോയി നല്ല ചൂടുള്ള മുറുക്ക് മേടിച്ചിട്ട് വരാം. വേണ്ട, ഞാൻ ഇറങ്ങേ. ഞാനിതാ വന്നു. ഒരു 10 അടി നടക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. പക്ഷേ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. ഞാനിത് എത്തിപ്പോയി. ലൈറ്റ് അണിക്കട്ടെ? ലൈറ്റ് രായപ്പാ, വരില്ല സാർ. മാറി. പെങ്ങളെ കൂട്ടിക്കൊടുക്കണോ? പോരാ. രാത്രി നേരത്ത് ഈ വീട് തേടി വരുന്നവർക്കെല്ലാം ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളും ആ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് കരുതിപ്പോയി. ക്ഷമിക്കണം. എന്തിനിങ്ങനെ മാനം പറ്റി ജീവിക്കുന്നു? അതിനുള്ള മറുപടി ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയരുത്. സകല ദേവടിശകൾക്കുള്ള ആ ന്യായം ഇവളുടെ ചേട്ടനാണെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞാൽ? ഇല്ല സർ, ന്യായീകരിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ കുറ്റപ്പെടുത്താൻ ദൈവത്തെ അല്ലാതെ ആരെയും ഞാൻ കാണുന്നുമില്ല. പോവാണോ? അതിനു മുൻപ് എനിക്ക് പറയാനുള്ളൂ എന്ന് കേട്ടിട്ട്. വേണ്ട, അദ്ദേഹം പൊയ്ക്കോട്ടെ. ഇല്ല മോനെ, പറഞ്ഞാലേ എൻ്റെ നെഞ്ചിലെ ഭാരം ഇറങ്ങും. ഈ ഒരു പെങ്ങളെ സ്വന്തം എന്ന് പറയാൻ എനിക്കുള്ളൂ സാർ. അവക്ക് ഞാനും. ഇവളെ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞയക്കാൻ ഉള്ളതെല്ലാം അരിച്ചുകൂട്ടി ഞാൻ ഒരുങ്ങിയിരുന്നു. കടം തരാൻ പറ്റൂല എന്ന് പറഞ്ഞ് വിഷമം ഉണ്ടാവൂലേ? പക്ഷെ എന്ത് ചെയ്യാനാ? നീയൊന്ന് മനസ്സ് വെക്കാനായിട്ടല്ലേ. എന്താ വൈകുന്നേരം വരട്ടെ? വേണ്ട. അതെന്താടി വെച്ചാ ഇന്ത്യ ഗവൺമെന്റ് അടിക്കുന്ന നോട്ട് തന്നെയല്ലേ ഞാനും തരുന്നത്. പുത്തക്കോടാ, ആ പൂക്കാരി തലടേന്ന് പിടിച്ചു പറിക്കുന്ന പോലെ വാങ്ങിച്ചതാ. ഇനി ഏതായാലും ഇയാളുടെ കടയിൽ നിന്ന് വാങ്ങിക്കണ്ട. നീ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴേക്കും എന്റെ കച്ചവടം തീരും. നമുക്ക് ഒരുമിച്ച് പോവാം. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ തലയിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്വഭാവമായിപ്പോയി. മരിച്ചുപോയൊരു പങ്കലുണ്ടായിരുന്നു, അതിൻ്റെ ഓർമ്മ വരുന്നുണ്ടൊക്കെ പറഞ്ഞു പോവുക. ഇനിയെങ്കിലും നെറിയോടെ ജീവിക്കാൻ നോക്ക്. வேலோ வராங்க. ஏண்டா நீ போகலையா? படுத்து படிக்க இருக்க அப்பாவை கூட்டிட்டு நான் எப்படி போக முடியும்? எப்படி போக முடியும்? ஓடாதீங்க, அவரை விட்டுடுங்க. நானும் என் பசங்களும் அனாதை ஆயிடுவோம். நாங்க எங்கேயாவது போயிடுறோம். அவரை உயிரோட விட்டுடுங்க. இந்த பாரு, 10 நிமிஷத்துக்குள்ள நான் திரும்பி வருவேன்.
அதுக்குள்ள இந்த இடத்த காலி பண்ணல தொலைச்சுடுவேன் தொலைச்சு. എന്താടാ നായ്ക്കളെ കേറി പോയടാ കോമാരി പസങ്ങളാ അവന്റെ മറ്റേതിലെ ഒരു തപ്പുവായ பாவம் வேலு இங்க இருக்கிற வீடும் குடிசெல்லாம் அந்த ரெங்கண்ணனுடையதாണെന്നാണ് വെപ്പ്. വാടക കാശ് ശരിക്കും കൊടുക്കുന്നില്ലാന്ന് പറഞ്ഞാണ് ഈ കുടി ഒഴിപ്പിക്കുന്നത്. ஆனா சங்கதி அதல்ல. இந்த வேலுக்கும் அழகான ஒரு தங்கச்சி இருக்கு. அந்த சாந்திருக்கும் அவள் மேல ஒரு கண்ணு. இது தெரிஞ்சுக்கிட்ட வேலு என்ன பண்ணிட்டேன்னு தெரியுமா? மேட்டுப்பாளையத்தில் அக்கா வீட்டில் கொண்டு போய் விட்டாச்சு. அதுதான் இந்த முண்டத்துக்கு காவா. கொஞ்சம் நிறுத்துங்க. நீங்க எல்லாரும் இது காணுங்க. ഒരു കുടുംബം ഇവിടെ നിന്ന് പോവാണ്. എതുക്ക്? അതിന്റെ കാരണം നിങ്ങൾക്ക് ശരിക്കും തെരിയും. ഒരു ഗുണ്ട വന്നവരെ വിരട്ടി ഓടിക്കുന്നു. ആരാണവൻ? மன்னிச்சிருங்கோ, எனக்கு உங்களுடைய பாஷையில் பேச தெரியல. பரவாயில்லை, நீங்க மலையாளத்துல சொல்லுங்க, எங்களுக்கு புரியும். மனசு புரியும் போது ഭാഷ എതുക്ക് തമ്പി? சொல்லுங்க. വേലുവിന്റെ കുടുംബം ഇവിടെ നിന്ന് പോകുന്നില്ല. അത് നിങ്ങൾ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് വേലുവിനുണ്ടായ ഗതി നാളെ നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ വീട്ടുതണ്ടകൾ ഗുണ്ടകൾക്ക് നിരകാൻ വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങളുടെ പെൺമക്കളുടെ മാനം അവർക്ക് ചവിട്ടി അരയ്ക്കാനുള്ളതല്ല. നിങ്ങളുടെ ആൺകുട്ടികളുടെ ദേഹം അവർക്ക് തല്ലിച്ചതയ്ക്കാനുള്ളതല്ല. ഒരായുസ് മുഴുവൻ ജീവിക്കാൻ വേണ്ടി പൊരുതുന്ന നിങ്ങളുടെ കൈകൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും നിങ്ങൾ ആർക്കും പടയം വെച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ചട്ടമ്പികൾക്കും കൂലിത്തല്ലുകാർക്കും അതിൽ കാര്യമില്ലെന്ന് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ പോവാ. எழுந்துடுறா. நான் என்ன சொல்லிட்டு போனேன்? അവനെ കൊല്ലരുത്. നിനക്ക് മാത്രമല്ല, രംഗന്റെ വളർത്തു നായ്ക്കൾക്ക് മുഴുവൻ ഇതൊരു പാഠമായിരിക്കും. ഇതിന് പകരം ചോദിക്കാൻ വരുന്ന കഴിവറ മക്കള് എന്റെ കൈന്റെ ചൂടായിരിക്കും അറിയുക. മനസ്സിലായോ? എടീ ലക്ഷ്മിയേ, നീ ചാടിയതോ ചാടി. എന്നാ പിന്നെ
100 രൂപ ചോദിക്കാൻ പാകത്തിന് ചാടണ്ടായിരുന്നോടി. ലക്ഷ്മി, ഇതെന്താ മോനെ? കുറച്ച് അരി സാമാനങ്ങളൊക്കെയാ. വേണ്ടിയിരുന്നില്ല. പിന്നെ വേണ്ടാതെ എന്റെ അടുത്ത് വെച്ചാ ഉച്ചയ്ക്ക് കയറ്റുന്നത്. ഉണ്ണാൻ ഞാനും കൂടെ ഉണ്ടാവും. സന്തോഷായി. നീ ഇവിടെ ഉണ്ടായിരുന്നു? എനിക്കൊന്ന് പറയാനുണ്ടായിരുന്നു. എനിക്ക് തിരിച്ചു കിട്ടില്ലെന്നറിയാം. അതിനുള്ള അർഹത എനിക്കില്ലല്ലോ. പക്ഷെ ഇങ്ങനെ നശിക്കാന്ന് കേൾക്കുമ്പോ ആളുകളുടെ മുമ്പിൽ പിച്ചതണ്ടി കുടിയാത്രേ. എവിടെ സുഖമായിട്ട് ജീവിക്കാന്ന് കരുതി സന്തോഷിച്ചിരിക്കുകയായിരുന്നു. എന്താ നീ ആരെ കുറിച്ചാ പറയുന്നത്? കണ്ണൻ ജീവൻ ഒടുക്കിക്കളയേണ്ട സമയത്ത് അത് ചെയ്യാതെ കാത്തിരുന്നത് ഒന്ന് കാണണമെന്നുള്ള മോഹം കൊണ്ടായിരുന്നു. ഇതൊക്കെ മുമ്പിലൊന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലെന്നറിയാം. എന്നാലും മനസ്സ് പറയാ, ഏട്ടനൊന്ന് കണ്ടാൽ ഒന്ന് സംസാരിച്ചാൽ കണ്ണന് മനസ്സിലാവും. രാജപ്പൻ ചേട്ടൻ പോയി കണ്ടിരുന്നു. മുഖമടച്ചാട്ടി. പിഴച്ചുപോയി എന്നെ കുറിച്ച് ഓർത്ത് പ്രയാസപ്പെടുകയല്ല, വെറുക്ക വേണ്ടെന്ന് പറയൂ. ഒക്കെ മറന്നിട്ട് നന്നായി ജീവിക്കാൻ പറയണം. Sir, please give me 1 rupee, sir. Thank you, sir. அம்மா 1 ரூபா இருந்தா கொடுங்கம்மா, ரொம்ப பசிக்குதுமா. சார் 1 ரூபி சார். போயா, தண்ணி அடிக்கிறது காசு கேட்குறியா? போயா. இல்ல சார், சாப்பாடு சார். போ. என்ன சார் புது ஜோடியா? பொண்ணை பார்த்து கூட்டிட்டு போங்க, எவனா தள்ளிட்டு போயிட போறான். என்னடா சொன்னா? பொறுக்கி ராஸ்கல். കള്ളറിങ്ങിട്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയോ? இல்ல, நான் எங்கேயும் வர மாட்டேன். നീ താലി കെട്ടി നിന്റെ പെണ്ണിന്റെ അടുത്തൊക്കെ വിളിക്കുന്നത്? இல்ல, என்னால அங்க வர முடியாது. പിന്നെ ഇവിടെ പിച്ചതണ്ടി കുടിക്കാൻ തന്നെ ഞാൻ വിടുകയില്ല. പിന്നെ என்ன செய்ய சொல்றீங்க? നിന്റെ പെണ്ണിനെ ആ കഴിവറടോ മാനം കെടുത്തിയപ്പോ നീ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അത് തടയാൻ നിനക്ക് കഴിഞ്ഞോ? ഇല്ല. പോട്ടെ, ചങ്കൂറ്റത്തോടെ അവളെ സ്വീകരിക്കാൻ നിനക്ക് കഴിഞ്ഞോ? നീ നാട് വിട്ട് ഓടി പോരുന്നില്ലോ. போதும், நிறுத்துங்க. ഇനി நீங்க எதுவும் சொல்ல வேணாம். കണ്ണാ, ഉഷ പറഞ്ഞിട്ടാ ഞാൻ നിന്നെ ഒന്ന് കണ്ടത്. നിന്റെ ഈ അവസ്ഥ അറിഞ്ഞിട്ട് അവൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയോ? അവൾക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ எனக்கு அவ திருப்பி வேணும். அவளோட எனக்கு ஒரு புது வாழ்க்கை கிடைக்குமா? അവള് പിഴച്ച പെണ്ണാണ്. കഴിഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. எனக்கு எதுவும் நினைவில்லை, நினைக்கவும் நான் விரும்பல. ஒரு புது வாழ்க்கை, எனக்கு அது போதும். സന്തോഷം നിനക്ക് അല്ലേ? നടക്കില്ലെന്നറിഞ്ഞിട്ടും ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല തിരിച്ചു കിട്ടിയെന്ന്. നീ എന്താ ഇവിടെ? ഇന്നുമുള്ള കല്യാണമാണ്. നീ എന്ത് സമ്മാനം കൊടുക്കാൻ പോന്നേ? ഞാനൊന്നും കൊടുക്കുന്നില്ല. നീ കൊടുക്കില്ല. നീ പിശുക്കി നമ്പർ 1 അല്ലേ? നിന്റെ കാലം എങ്ങനെയുണ്ട്? അയ്യോ, ഇപ്പോഴും ഉണ്ട് വേദന. ഇപ്പൊ പോയില്ലേ വേന? പോയി. എടീ കള്ള ജാണ്ടൂസേ, നിന്റെ വിദ്യ എനിക്ക് അറിഞ്ഞൂടെ? കുടിച്ചിട്ട് നിക്കാൻ വയ്യ. ഞാൻ കുടിക്കും, കുളിക്കും. ഇന്ന് സന്തോഷത്തിന്റെ ദിവസമല്ലടി കാന്താരി. മണവാളിനെ കൊണ്ടുവന്നിരിക്ക്. ഒട്ടും കുഴലൊക്കെ വേണമായിരുന്നല്ലേ? കൊട്ടും കൊള്ളും നിറപറയും നിലവിളക്കും ഒക്കെ ഉണ്ട് നമ്മുടെ മനസ്സിൽ. വലതുകാല് വെച്ച് വീട്ടിലേക്ക്. എനിക്കിന് വേറെ യാരും ഇല്ല. എന്നാ സന്തോഷമായിട്ട് എല്ലാവർക്കും കൂടി ഇത്തിരി ഭക്ഷണം കഴിച്ചാലോ? വയറ് നിറഞ്ഞപ്പോഴാണ് അവനൊരു ഭക്ഷണം. കണ്ണനെ വിഷയം വിട്. ഒരുപാട് സന്തോഷവും സങ്കടവും അവർക്ക് പറഞ്ഞു തീർക്കാനുണ്ടാവും. അതിന് രാത്രിക്ക് പ്രായം പോരാ, അവരെ തനിച്ചു വിട്. അറുമുഖം, എനിക്കൊരു തുള്ളൂടെ വേണം. കാന്താരി, നീ പോയില്ലേ? വീട്ടിൽ പോടി. ഈ പറയുന്ന ആൾ ആദ്യം ചെന്നാട്ടെ. നിന്ന് കറങ്ങുന്നുണ്ടല്ലേ? നീ വരണ്ട. ആരാ? நம்ம முத்துதான். முத்து வந்து കൂട്ടിക്കിട്ട് പോടാ. പയ്യെ നിധിക്ക് കാവലിരിക്കുന്ന ഭൂതത്തിന്റെ മാതിരിയാ. എപ്പ பார்த்தாலும் அந்த பொண்ணு പിന്നാടിയാ. അല്ല, എനിക്ക് തുള്ളിയറാന്നോട്ടെ. ഇരിക്ക്.
കുറിഞ്ഞു പൂത്ത് കണ്ടിട്ടുണ്ടോ രായപ്പ നീ? ഇല്ല, ഞാൻ വന്നേ പിന്നെ ഈ മലയിലൊന്നും 12 കൊല്ലത്തിൽ ഒരിക്കൽ പൂക്കുന്ന മലകൾ. ആ പൂക്കൾ കാണാൻ മല കയറണ്ടാ. ഇപ്പൊ ആ പെണ്ണിന്റെ അവന്റെ കണ്ണി നോക്കിയാ മതി. കുറിഞ്ഞു പൂത്തത് ഇപ്പൊ അവിടെയാ. നിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാ. അതുകൊണ്ട് ഞാൻ പോവാ. ശിവരാത്രി. இந்த கண்டிஷன்ல வண்டி ஓட்டி போனோமா? இந்த കണ്ടീഷനില് ഞാൻ വണ്ടി ഓട്ട മാട്ടെ. പിന്നെ വണ്ടി എന്നെ ഓട്ടും. അതാണ് എന്റെ കുട്ടൻസ്. ഈ മനുഷ്യനെ ദൈവ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. கொடுங்கய்யா. இப்படி செய்யறதால கடவுளுடைய கோபத்துக்கு நாங்க ஆளாவோன்னு தெரியும். ஆனா ரெங்கண்ணனுடைய கோபத்திலிருந்து தப்பிக்கணும் இல்லையா? வேற வழி தெரியல. பரவாயில்ல. നിൽക്കൂ ഏട്ടാ. ഞങ്ങളുടെ ഒരു വീട് കൂടുള്ളത് മറന്നിട്ടാണോ ഏട്ടൻ തിരിച്ചു നടക്കുന്നത്? വരൂ. വേണ്ട, നീ അതിന്റെ പേരില്. നിങ്ങൾ തന്നൊരു ജീവിതമാണ് എനിക്കും കണ്ണനും ഉള്ളത്. നിങ്ങളെ കാണുമ്പോൾ കതവ് വലിച്ചടച്ച ദൈവം പൊറുക്കില്ല. ഏട്ടൻ വരൂ. ഇവിടെ ഉണ്ടേ. രംഗണ്ണൻ ഇന്നലെ ഇവിടെ വന്നൊന്ന് വിറപ്പിച്ചിട്ട് പോയി. നിങ്ങളെ വീട്ടിൽ കയറ്റിയ കയറ്റുന്നവരുടെ പള്ളക്ക് കയറ്റുമെന്നാ പറഞ്ഞ്. നിനക്ക് പേടിയുണ്ടോ? ഉണ്ടിട്ടേ വിടുള്ളൂ കേട്ടോ. ഞാൻ അരിയിട്ടു. ഉഷയുടെ എന്തെങ്കിലും കള്ളം പറഞ്ഞു. ഞാൻ ഇറങ്ങാ. எப்போ வந்தீங்க? அதுக்குள்ள கிளம்பிட்டீங்க? இறங்கிருந்து பின்ன இறங்கண்ணா. அப்புறம் வரீங்களா? இன்னைக்கு கூட உங்களை பார்க்கலன்னா நானும் உஷாவும் மேஜர் சார் வீட்டுக்கு வரலான்னு இருந்தோம். ஒரு நிமிஷம், சாப்பாடுக்கு என்ன பண்ணியிருக்கான்னு தெரியல. அண்ணே, அண்ணனுக்கு ஆர்முகம் வீட்டில் இருக்கும்ல? இருக்கும். டேய் ராஜப்பா, உன்கிட்ட சொன்ன இல்ல இவனை வீட்டுக்குள்ள விடக்கூடாதுன்னு. നീയൊക്കെ രണ്ട് കിട്ടിയാലേ പഠിക്കൂ അല്ലേ? അത് പുള്ളി വന്നപ്പം ഇവനെ താമസിയാതെ ഞങ്ങൾ പൊക്കും. നിനക്കൊക്കെ ഇനി ഇവിടെ ജീവിക്കണമെന്ന് ഓർത്തോ? என்னடா உங்களால பண்ண முடியும்? என்னடா நீ செய்ய? വേണ്ട വേണ്ട കണ്ണാ. കണ്ണാ വേണ്ട. விடுங்கண்ணே. அண்ணே என்ன விடுங்க. വേണ്ട കണ്ണ വേണ്ട. വഴകിന് அவங்க சொன்னது நீங்க கேட்கலையா? അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ. പറഞ്ഞെന്ന് കരുതി. നോക്ക്, എന്തെങ്കിലും കാണിച്ചു വെച്ച് അവളുടെ കണ്ണ് കലങ്ങാൻ ഇടയാക്കരുത്. നിന്റെ ദേഹത്തൊരു പോറിലേറ്റ അവളെ സഹിക്കില്ല. എന്നെ കൊല്ലാനോ തിന്നാനോ ആര് വേണേ വന്നോട്ടെ, അത് ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? ഇന്ന് വേണ്ട മോളെ, ഞാൻ വരാം. ഇന്നെന്തോ ഇത് വെച്ചോ. പിന്നെ ഞാൻ ഹോട്ടൽ ഗ്രീൻസിലെ ജെയിംസിനോട് നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പണിയവൻ ശരിയാക്കി തരാതിരിക്കില്ല. പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു പോകാൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ. വേറൊന്നുമില്ലല്ലോ, ഞാൻ പോട്ടെ. ഞാനുണ്ട് മേജർ സാറിന്റെ വീട്ടിലേക്ക്. എനിക്ക് കോഴി എടുക്കണം. പെണ്ണിനിപ്പോ തകർത്ത കച്ചവടമല്ലേ. നമ്മളിപ്പോ ഓർഡർ പിടിക്കാൻ കണ്ട ഹോട്ടലിൽ അടുക്കള ഇറങ്ങുക. കേറ്. ആ, കാപ്പി വേണമാ ഗ്ലൂക്കോസ് വേണമോ? ഒന്നും വേണ്ട. என்னடா முத்து, இங்க பாருடா. உனக்கும் லட்சுமிக்கு சண்டையா? உங்களை இப்ப ஒன்னா பார்க்க முடியலையே. சண்டை எங்க கண்டா? ராஜப்பா, சிவண்ணனை பார்த்தா அந்த பொண்ணுக்கு ஒரு கிறுகிறுப்பு. அதை நீ கவனிச்சிருக்க? അതിനെന്താ, ഒരു മിന്ന കെട്ടാൻ പുള്ളി തയ്യാറായാൽ അവക്കും കുടുംബത്തിനും നല്ലതല്ലേ? அப்படியாவது அவர் இந்த ஊர்ல இருக்கட்டும், அது நமக்கு நல்லது.
ഞാനിവിടെ ഹോളിഡേ ആഘോഷിക്കാൻ വന്നതല്ല. 1-2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരില്ലേ? പറ്റില്ല ശേരേട്ടാ, രണ്ടുപേർക്ക് ലീവ് ഉണ്ടായിട്ടല്ല, ഇതുപോലൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വന്നേ ഉള്ളൂ. കൂടെ കൂട്ടി ചെന്നാലേ ഇവളായിട്ടുണ്ടാക്കിയ നാണക്കേട് മാറിക്കിട്ടു. ഇപ്പൊ കൂടെ വരാൻ ഡാഡി എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് കഴിയില്ല. നീ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. ഡാഡി വെറുതെ വാശി പിടിക്കരുത്. എന്താടി ആരുടെ വാശിയെ ജയിക്കാൻ പോകുന്നെന്ന് നിനക്ക് കാണണോ? അനിമോളെ, ബഹളം വെച്ച് പുറത്തുള്ളവരെ കൂടെ അറിയിക്കണം. എന്തായി? കുഴപ്പാ, അവസാനത്തെ ആയുധം പ്രയോഗിക്കട്ടെ. അതിന് സമയമായൊന്ന് 2 വട്ടം ചിന്തിക്കണം. കറക്റ്റ് ടൈമിലെ കാച്ചാവും. കാച്ചിയെ പോലെ ഇരിക്കണം. ആട്ടെ, എന്തായി തുറപ്പിച്ചിട്ട്? ഉണ്ട്. എടാ ചെറുക്ക, നീ എന്താ ഇവിടെ? ഞാൻ കാത്തുക്കായിരുന്നു നിന്നെ കാണാൻ. എന്താ? നിക്കേ, എനിക്കിന്നോട് സംസാരിക്കാനുണ്ട്. നിനക്ക് അയാൾ ഇഷ്ടാ, ആ ശിവനെ? അയാൾക്ക് തിരിച്ചോ? അതും എന്ന് അയാൾ പറഞ്ഞോ? ഇല്ല, ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ആ, എന്നാണത് പറയില്ല. അഥവാ പറഞ്ഞാൽ തന്നെ അത് കള്ളായിരിക്കും. ആ മേജർ സാറിന്റെ മകളും അയാൾ തമ്മിൽ ഇഷ്ടാ. എന്നിട്ട് നിന്നോട് ഇഷ്ടം കാണിക്കുകയാണെങ്കിലേ അത് ചതിക്കാനാ. എടാ, നാക്ക് പുഴുത്തു പോകുന്നിന്റെ. കള്ളം കള്ളം പറയാ. എടി പെണ്ണെ, കുട്ടിക്കാലത്ത് ആരോ കളി പറഞ്ഞ എന്റെ കാതിൽ ഇപ്പോഴുണ്ട്. മുത്തുവിന്റെ പെണ്ണ ലക്ഷ്മി എന്ന്. വളർന്നോടൊപ്പം അതെന്റെ മനസ്സിൽ ഉറച്ചുപോയി. പറ, എന്റെ പെണ്ണല്ലേ നീ? എന്റെ മാത്രം. കള്ളം പറഞ്ഞ എന്നെ ആ മനുഷ്യനെ നകറ്റാ നോക്കല്ലേ? ഇനി അതെല്ലാം സത്യമാണേലും നിന്റെ കൂടെ പൊറുക്കാനൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഒരിക്കലും അത് ഉണ്ടാവില്ല, സത്യം. എത്രയോ മോഹിപ്പിച്ചിട്ട് നിന്നെ വിടില്ലടി. എടാ നീ എനിക്കിഷ്ട ഒരുപാട് ഒരുപാട്. എന്റെ പെണ്ണാ നീ, എന്റെ മാത്രം. ഞാൻ പറഞ്ഞിട്ടാ മുത്തു നിന്നെ കാണാൻ വന്നത്. നീ എന്താ അവനോടൊന്ന് സംസാരിക്കായിരുന്നു? എനിക്കൊന്നും പറയാനില്ലായിരുന്നു. നിന്റെ വാശി ഇനിയും മാറിയിട്ടില്ലല്ലേ? എന്റെ കുട്ടി, നീ ജീവിതം പാഴായിക്കളെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ഇപ്പൊ മുത്തുവിന്റെ മനസ്സ് ഞാൻ കാണുന്നുണ്ട്. ഒരാണിന്റെ കൂടെ കഴിയണമെങ്കിൽ അവന്റെ കൂടെ പോയല്ലേ പറ്റൂ. ഞാൻ തയ്യാറാ. ഞാൻ വീട്ടിലേക്ക് വരാം. അച്ഛനെ കണ്ട് ഞാൻ സംസാരിച്ചോളാം. തെറ്റായിട്ട് എടുക്കില്ലെങ്കിൽ ഞാനും ചോദിച്ചോട്ടെ? വലിയ മനസ്സുള്ള ഒരാളല്ലേ, എന്നിട്ടെന്താ ഒരാളുടെ കണ്ണീര് മാത്രം കണ്ടില്ലെന്ന് നടിക്കുന്നേ? ഞാൻ അനുചേച്ചിയെ കുറിച്ച് തന്നെയാ പറഞ്ഞത്. ഹലോ, അല്ല നമുക്ക് തിരിച്ചു പോണ്ടേ? ഊട്ടിയിൽ വന്നിട്ട് ഒരുപാട് നാളായി. 2 ദിവസത്തേക്കെന്ന് പറഞ്ഞല്ലേ വണ്ടി വിളിച്ചത്? അല്ല, മനസ്സിലായില്ല. മനസ്സിലായില്ലേ? എടാ പൊട്ടി കഴിവറുടെ മോനെ, നിനക്കൊന്നും മനസ്സിലായില്ലേ? എന്റെ കാർ ഓടണം. കാറ് അത് രംഗണ്ണന്റെ ആൾക്കാരെ ഏൽപ്പിച്ചാ ഞങ്ങൾ പോയത്. എവിടെയോ രംഗൻ? എനിക്കറിയില്ല. അയാളെ കണ്ടിട്ടും കാര്യമില്ല. അത് പാർട്സായി വിറ്റ് കാണും. അതിന്റെ കാശ് വേണമെങ്കിൽ ആ ശിവന്. അവൻ എവിടെയുണ്ടെന്ന് നിനക്കറിയാം? പറയണം. പറയാം.
എവിടാ രംഗൻ? എനിക്കറിയില്ല. നിനക്കറിയാം? പറയണം. ഇല്ല, കുറച്ചു നാളായി ഇങ്ങോട്ട് വന്നിട്ട്. ഇനി എന്ന് വരുമെന്നുള്ളതും പറയാനാവില്ല. ശിവ, ഇതിന് രംഗണ്ണൻ നിന്നെ വെറുതെ വിടില്ല. നിന്റെ മരണം നീ വിളിച്ചു വരുത്തുകയാണ്. സൂക്ഷിച്ചോ. സൂക്ഷിക്കാൻ അവനോട് പറഞ്ഞേക്ക്, രംഗനോട്. ഇത്രയും കാലം അവൻ കാണിച്ച എല്ലാ തന്തയില്ലായ്മയ്ക്കുമുള്ള ശിക്ഷ ഇതാ ഈ വലം കൈയിൽ ഞാൻ കൊണ്ടു നടക്കുകയാണ്. അവനെ കണ്ടു കിട്ടുന്ന ദിവസവും കാത്ത് പറഞ്ഞേക്ക് അവനോട്.